മലയാളിക്ക് മറ്റ് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു മഹാനടനാണ് ഇന്ന് നമ്മുടെ ഓണമതിഥി ഹരിശ്രീ അശോകൻ. അശോകേട്ടാ, എങ്ങനെ 2026 ഓണം? 2026 പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകത ഇല്ല, നമ്മളെപ്പോഴും ആഘോഷിക്കുന്ന പോലെ തന്നെ 2026. അല്ല, ഈ കലാജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പോകുമ്പോഴേ അതിനകത്ത് ഈ വളരെ വെറൈറ്റി ഉള്ള ബഹുമുഖ പ്രതിഭ എന്ന രീതിയിൽ അശോകേട്ടൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഹാസ്യതാരം എന്ന നിലയിലുള്ളത് ഒരു പരിമിതിയായിട്ടുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഈ ഇത്തരത്തിലൊരു ബഹുമുഖ റോളുകൾ ലഭിക്കുന്നതിനൊക്കെ ഒരു തടസ്സമായി നിന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വേഷങ്ങൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറ്റുന്നത്, പണ്ട് ഞാൻ സിനിമയിൽ വരുമ്പോൾ തമാശയിൽ കൂടിയാണ് ഞാൻ വരുന്നത്. തമാശ നടൻ, അത് മിമിക്രിയിൽ നിന്ന് വന്നുകൊണ്ട് തമാശക്കാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് അന്ന് കുറേ തമാശകൾ കിട്ടി. തമാശ വേഷങ്ങൾ വല്ലൂടെ വന്നു അപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കൊന്ന് ഒരു സീരിയസ് വേഷം ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറിയൊരു സീരിയസ് ഡയലോഗ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ളൊരു ഡയലോഗ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടുമ്പോൾ ഇപ്പോൾ കുറച്ച് വേഷങ്ങൾ അങ്ങനെ മാറി വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് താമസിച്ചു പോയല്ലേ? അങ്ങനെയൊന്നുമില്ല, അതിന് താമസവും ഇതിനൊന്നും സമയമില്ലല്ലോ. ഏത് സമയത്ത് വരണം, ഏത് സമയത്ത് ഇപ്പോഴും ഓരോരുത്തർ വരുന്നില്ലേ, അത് താമസിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് എപ്പോഴും അവന് കിട്ടുന്ന സമയങ്ങളൊക്കെ ഭാഗ്യമുള്ള സമയങ്ങൾ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഏത് വേഷമാണെങ്കിലും. ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ ടാലൻറ്റ് മാത്രം മതിയോ, അതോ ഭാഗ്യം, രാഷ്ട്രീയം, ബന്ധം അങ്ങനെയൊക്കെ വേണോ യഥാർത്ഥത്തിൽ? ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സമയത്തിന് നമ്മൾ എപ്പോഴും പറയും, ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചവർ അവന് നല്ല സമയം, അവനൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അവൻ്റെ സമയം മോശമാണ്. അപ്പോൾ സമയം എന്ന് പറഞ്ഞൊരു പാവമാണ്. സമയത്തിനെ കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും. നമ്മൾ 24 മണിക്കൂർ എന്ന് പറയുന്നത്, ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്നത് പാവമാണ്. സമയം ഒരു തെറ്റുകാരനല്ല ഒരിക്കലും. എന്നിട്ട് എന്ത് പറഞ്ഞാലും അവൻ്റെ സമയദോഷം അല്ലെങ്കിൽ അവൻ്റെ സമയം നന്നായി, അതൊക്കെ അവൻ്റെ സമയത്തിൻ്റെ കുഴപ്പം. ഒരിക്കലും സമയത്തിൻ്റെ കുഴപ്പമില്ല. നമ്മളെങ്ങനെ ജീവിക്കുന്നു അതാണ് നമ്മൾ നല്ലത്. നമ്മൾ തെറ്റുകളധികം ചെയ്യാതെ, കാരണം തെറ്റുകൾ അറിയാതെ വന്നു പോകും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് കഴിയാവുന്ന വിധത്തിൽ നമുക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിക്കുക. നമ്മുടെ നന്മകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണുള്ളത്. അപ്പോൾ അതുപോലെ ജീവിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ സമയം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ പറയാം ചിലപ്പോൾ. പക്ഷേ ടാലൻറ്റ് മാത്രം മതി. ടാലൻ്റ് ഉണ്ടാവണം, നല്ല ടാലൻ്റ് ഉണ്ടാവും. അതിനെ ഡെവലപ്പ് ചെയ്യണം. നമ്മളെപ്പോഴും അതിനിങ്ങനെ ഒന്ന് തേച്ചുരച്ചുകൊണ്ടിരിക്കുന്നാൽ നല്ലതായിരിക്കും. അല്ല, ഈ ഭാഗ്യം എന്നൊന്നുമില്ല, അത് അവസരങ്ങൾ ഉപയോഗിക്കുന്ന. പക്ഷെ അങ്ങനെ അവസരങ്ങൾ ലഭിക്കുമോ ടാലൻറ്റ് കൊണ്ട് മാത്രം? ലഭിച്ചിട്ട് വന്നവരാണല്ലോ പലരും. ലഭിക്കുമെന്ന് വെച്ചാൽ അതിനാ മറുപടി അതാണ്. എനിക്കങ്ങനെ കിട്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ വരുന്നത് പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന, ഞാൻ ഉണ്ടായിരുന്നൊരു സമിതി, അതായത് ഹരിശ്രീ എന്ന് പറയുന്നൊരു ട്രൂപ്പിൽ ഞാനുള്ള സമയത്താണ് ഹരിശ്രീ എന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രിയപ്പെട്ട പപ്പൻ, സിദ്ദിഖ് ലാൽ എഴുതുന്നു, സത്യനന്ദിക്കാട് ഡയറക്റ്റ് ചെയ്യുന്നു, റഹ്മാനും മോഹൻലാലും അഭിനയിക്കുന്നു. അപ്പോൾ സത്യേട്ടൻ ഡയറക്റ്റ് ചെയ്ത ആ പടത്തിൽ, ആ ട്രൂപ്പിൽ ഞാൻ ഉണ്ടായതുകൊണ്ട്, ഹരിശ്രീയിൽ ഉണ്ടായതുകൊണ്ട് അതിലൊരു ഭജനക്കാരനായിട്ട് എനിക്കതിൽ അഭിനയിക്കാൻ പറ്റി. ശരിക്കും 40ാമത്തെ വർഷമാണ് എൻ്റെ സിനിമയിൽ വന്നിട്ട്. ആഘോഷമുണ്ടോ? ആഘോഷം അല്ല, അവിടം വരെ എത്തി എന്നുള്ളൊരു ആഘോഷമല്ലേ, അത് ഞാൻ ആഘോഷിക്കാം. പലരും ആഘോഷിക്കാമെന്ന് പറഞ്ഞ് വന്നു. ഞാൻ പിന്നെ നോക്കാം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് വന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി കുറേ സിനിമകൾ ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് കുറേ അധ്വാനിച്ചിട്ടില്ല ഞാൻ. പിന്നീട് സിനിമകളായി കഴിഞ്ഞപ്പോഴാണ് ഇനി അത് നല്ലത് ചെയ്യണം, കുറച്ച് നല്ലതെന്ന് പറഞ്ഞാൽ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലുകളൊക്കെ. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ തുടക്കത്തിൽ മിമിക്രിയിൽ നിന്ന് വരുന്നു, അതിനുശേഷം അങ്ങനെ ഒരു കലാജീവിതം, അതിനു മുമ്പ് വളരെ ദുരിതപൂർണമായ ജീവിതം, അതിൽ നിന്നൊക്കെ ഉള്ള അനുഭവം ശേഖരിക്കുന്നു, പിന്നീട് മിമിക്രി താരമായി വിലസുന്നു, അതിനുശേഷം സിനിമയിലേക്ക് എത്തുന്നു. അതിനുശേഷം സിനിമയിൽ എത്തിയതിന് ശേഷം ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഇത് ഡെവലപ്പാക്കാൻ? ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ശരിക്കും വർക്ക് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന വേഷങ്ങൾ ഞാൻ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതൊന്നും ഞാൻ കേട്ടതിന് ശേഷം സീൻസ് എടുത്ത് അന്ന് വായിച്ചു അതിന് വേണ്ടി തയ്യാറെടുക്കാറുണ്ട്.
ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞത് ആ സമയത്ത് വരുന്ന പോലെ അങ്ങ് ചെയ്യുമെന്നുള്ളത്. എന്നിട്ടും നമ്മൾ ആ സമയത്ത് വരുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലൊന്ന് പ്രിപ്പയർഡ് ആകും ഞാൻ. കാരണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള തമാശ വേഷങ്ങളല്ല, അതിനും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ എനിക്ക് കിട്ടുന്ന വേഷങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ എനിക്ക് കിട്ടുന്ന വേഷങ്ങൾക്ക്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ ഹോബി എന്ന് സിനിമ കാണുക എന്നുള്ളതാണ്. അത് തിയേറ്ററിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ വെറുതെ ഇരിക്കണം, മിനിമം എത്ര ഇതുണ്ടെങ്കിൽ ഞാൻ പല സമയത്തായിട്ടാണെങ്കിലും 3 സിനിമയെങ്കിലും കാണും. ഒരു സിനിമ എന്തായാലും കാണും ഞാൻ. അതിന് ഭാഷയില്ല, ഏത് ഭാഷയാണെങ്കിലും മനസ്സിലാകാത്ത ഭാഷയാണെങ്കിലും ഞാൻ കാണും. അതിൽ പലതും പഠിക്കാനുണ്ട്, നമുക്ക് പലതും കാണാനുണ്ട്. അതൊരു ഒബ്സർവേഷൻ കിട്ടും ചിലപ്പോൾ. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിലകൻ, ജഗതിയൊക്കെ പറയാറുണ്ട്, ഈ പലരെയും അപൂർവമായി കാണുന്ന പലരെയും ഇങ്ങനെ പിന്തുടർന്നു പോലും ഒബ്സർവ് ചെയ്യാറുണ്ട്. കാരണം ഒബ്സർവേഷൻ ആണല്ലോ യഥാർത്ഥ ഒരു കലാകാരൻ്റെ, പ്രത്യേകിച്ച് സിനിമ അഭിനയ മേഖലയിൽ അടിസ്ഥാനമാണ്. അങ്ങനെ അതറിയാതെ സംഭവിക്കും നമുക്ക്. ഇപ്പോൾ ഒരാളൊരു വഴിയിൽ നിന്ന് വേറൊരാളോട് ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നു, ചൂടാകുന്നു, നമ്മൾ അയാളെ നോക്കിയിരിക്കും. അയാളുടെ സ്റ്റൈൽ കാണുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും. അറിയാതെ നമ്മളിലേക്കത് നമ്മളറിയാതെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതൊരു മിമിക്രിക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം അതാണ്. ഏത് മിമിക്രിക്കാരനും എന്ത് കിട്ടിയാലും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പാർവതി പരിണയം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിഷേകാരൻ എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ സ്ഥിരം കിടക്കുന്ന ഒരു വിഷയക്കാരൻ. അയാൾ അങ്ങനെ തന്നെ ഞാനത് പകർത്തി സിനിമയിലിട്ടത്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ബ്രേക്ക് സിനിമയിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അത് ഇപ്പോൾ വേണുകേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെല്ലപ്പൻ ആശാരി എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിയുടെ നാട്ടിലുണ്ടായ ഒരു ആശാരിയാണ്. ഒരു മുഴക്കോലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങനെ കൈവീശി ഇങ്ങനെ മുഴക്കോലും കൊണ്ട് നടക്കുന്ന പുള്ളിയാണ്. പുള്ളി അദ്ദേഹത്തെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണെന്നാണ് വേണുകേട്ടൻ പറഞ്ഞത്. വേണുകേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാതെ വന്നു പോകണതാണ് അതൊക്കെ. അത് നമ്മൾ അനുഭവങ്ങളാണല്ലോ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എന്താടാ നീ തുപ്പിയത്, അത് മുതലാളി തുപ്പിയത് എൻ്റെ വായിലോട്ട് തുപ്പിയത് കൊണ്ട് ഞാൻ തുപ്പി എന്ന് പറയുന്നു. പിന്നെ അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, അത് ഏറ്റവും താളത്തിൽ അമ്മ എന്ന് പറഞ്ഞിട്ടാക്കുന്ന, അതൊക്കെ ഒരുപക്ഷെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാകാം അതിന്. പക്ഷേ എന്നാലും അതിനകത്ത് ഹരിശ്രീ അശോകൻ എന്ന ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഈ ന്യൂജൻ കാലത്തെ തമാശകൾ, കാരണം അശോകേട്ടൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സിനിമകളിൽ ഒരു ജൈവമായ ഒരു ബന്ധം തമാശയുമായുണ്ട്. അതായത് എൻ്റെ സ്വാഭാവികതയിലാണ്, സ്ക്രിപ്റ്റ് എന്ത് ആയിരുന്നാൽ പോലും. പക്ഷെ അങ്ങനെ ഒരു സ്വാഭാവികമായ തമാശയാണ് ഒരു ന്യൂജൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. എങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടോ അശോകൻ? അല്ല, ഞാനങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴുള്ള സിനിമകളും തമാശ എവിടെ കണ്ടാലും ഞാൻ ചിരിക്കും. കാരണം നമ്മളെ സ്വഭാവമാണത്. അതായത് എനിക്ക് തമാശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന തമാശയും നമ്മൾ പണ്ടത്തെ തമാശയും തമ്മിൽ എടുക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ബാസി സാറിൻ്റെയൊക്കെ തമാശ കണ്ട ബഹദൂർക്ക, ബാസി സാറ്, അങ്ങനെ അവരുടെയൊക്കെ തമാശ കണ്ടാണ് നമ്മൾ വളർന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന് പലരും മാറി മാറി, ജഗതിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് തമാശ, പപ്പുവേട്ടൻ, മാളാരവിന്ദൻ ചേട്ടൻ, അങ്ങനെ ഇവരൊക്കെ വന്നപ്പോൾ മാറി മാറി സ്വഭാവങ്ങൾ മാറി തമാശയുടെ. അതെല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ജനറേഷന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു സ്വാഭാവിക കൾമിനേഷൻ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു പരിണാമം ആയിട്ടാണ് കാണുന്നത്. അതാണ് ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം മമ്മൂട്ടിയൊക്കെ പറയാറുണ്ട്, ജെൻസികളുടെ ഭാഷയൊക്കെ നമ്മളിനി പഠിക്കേണ്ടതുണ്ട്, അവരുടെ ശരീരഭാഷകളൊക്കെ എല്ലാം അറിയേണ്ടതുണ്ടെന്നൊക്കെ. അങ്ങനെ ഒരു ഗ്യാപ്പ് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മകൻ കൂടി ഒരു നടനായിരുന്നു. അല്ല, എനിക്ക് അങ്ങനത്തെ ഭാഷകളെല്ലാം എനിക്കറിയില്ല, എല്ലാം അറിയില്ല. ഇപ്പോൾ പലരും സെറ്റ് ഓക്കെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ശരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് അറിയാതെ നമ്മളിലേക്ക് അറിയാതെ വന്നു പോകും. അങ്ങനെ എല്ലാം എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അത് വേണ്ടി വന്നാൽ നമ്മൾ ചെയ്യണം, അല്ലാതെ അതും കൊണ്ട് ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ. പക്ഷെ അത് ഇപ്പോഴുള്ള ജനറേഷന് അത് അറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും മാത്രം കോമഡി അല്ലെങ്കിൽ അഭിനയത്തിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അഭിനയത്തിന് അഭിനയിക്കുക തന്നെ വേണം. അതിന് ഈ ജനറേഷൻ്റെ സ്റ്റൈല് സെറ്റൊന്നും അല്ലെങ്കിൽ മറ്റു ഭാഷാ ലിങ്കുകളൊക്കെ നമ്മൾ പഠിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് പഠിക്കാം, അത് പഠിച്ച് പറയേണ്ടടുത്ത് പറയാം. പക്ഷെ അഭിനയം എന്ന് പറയാൻ നമ്മൾ അഭിനയിച്ച് തന്നെ കാണിക്കണം. അത് ന്യൂ ജെന്നായാലും പഴയ ജെന്നായാലും മിഡിൽ ജെന്നായാലും എല്ലാവരും അഭിനയിക്കുകയല്ലേ. അഭിനയം എന്ന് പറഞ്ഞാൽ അത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേയും കൂടി നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിലേക്ക് വരുമ്പോഴാണ് അതിന് മാർക്ക് വീഴുന്നത്. നമ്മൾ പണ്ട് കാണിച്ചേക്കുന്ന ആ സ്റ്റൈലൊന്നും ഇപ്പോൾ പറ്റില്ല. പക്ഷേ ഞാനിപ്പോഴൊരു സിനിമയിൽ പണ്ട് ഞാനും ദിലീപും കൂടി അഭിനയിച്ച സ്റ്റൈലിൽ ഞാനിപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട്. ദിലീപായിട്ടല്ല, ആ സ്റ്റൈല് വേണമെന്ന് ആ പടത്തിൻ്റെ ഡയറക്ടർ, അതായത് മാർത്താണ്ഡനാണ്, ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന പടത്തിന് പണ്ട് അഭിനയിച്ച പോലെ ചെയ്യണം. ഞാൻ പിന്നെ അത് പണ്ട് സ്റ്റൈല് അത് സാരില്ല ഏട്ടാ, അത് ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അവന് സിനിമയാണ്, പരീക്ഷിക്കാൻ പറ്റുമോ?
അത് സാരല്ല, ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കുന്ന വരെ. പക്ഷെ അഭിനയിച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു ഇത് കൊള്ളാം. അവിടെ വന്ന് എല്ലാം അഭിനയിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അന്ന് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ എന്താ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാ ആർട്ടിസ്റ്റുകളും, പിന്നെ കാണാൻ വന്നവരും പറഞ്ഞു പഴയ രീതി ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നത്. അങ്ങനെ ഒരു കയ്യടിയൊക്കെ ഉണ്ട്. പക്ഷേ ആ രീതിയിലാണ് ഇപ്പം ഞാൻ ഓട്ടംതുള്ളൽ ചെയ്തേക്കണത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല, അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ പഴയ കാലത്തെ ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഓട്ടംതുള്ളലിലെ. ഓട്ടംതുള്ളലിൽ പഴയ കാലത്ത് പണ്ട് ഞാൻ ദിലീപും ഞാനും കൂടി ചെയ്തേക്കണം ആ സ്റ്റൈലിൽ ചെയ്യണം. അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ ആധുനിക കാലത്തിനനുസരിച്ച്? അല്ല, ആധുനിക കാലത്തിനനുസരിച്ചല്ല, അത് ഇത്തിരി കുറച്ച്. അതെ. അപ്പോൾ ഒന്ന് ഒരു പരിണാമം വരുത്തി അങ്ങനെ അഭിനയത്തിൽ അല്ലേ? അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഒരു പുതിയ ദിശയിലേക്ക് മാറിയതാണോ? ഇല്ല, അതിനേക്കൊന്നും ഇല്ല. നമുക്കറിയാവുന്ന തന്നെ സാധനങ്ങൾ നമ്മൾ ആ പടത്തിൽ ആ സ്റ്റൈലിൽ ഉപയോഗിച്ചു, ആ മീറ്ററിൽ. ഇപ്പം നമ്മൾ ആ മീറ്ററിൽ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ആ മീറ്റർ ആയിരിക്കണം. അയാൾ ഇപ്പോഴത്തെ മീറ്ററിൽ നിന്നാൽ ശരിയാവില്ല. അയാൾ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ, ഞാനിപ്പോൾ പഴയ സ്റ്റൈലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ താളം തെറ്റിപ്പോവും. അപ്പോൾ അത് രണ്ടും കൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂജനോടൊപ്പം അല്ലേ ഞാൻ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ഇതിൽ. ഇനി നമുക്ക് ഈ പഴയ കാലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാം. നമുക്ക് ഈ അപ്പം കൊച്ചിൻ ഹനീഫ, കലാഭവൻ മണി, അവരെ ഓർക്കാതെ ഒരു ഓണം ഒരിക്കലും ഇല്ല. അവരൊക്കെ ഓണം വേണമെന്നില്ല അവർ ഓർക്കാൻ. അവരൊക്കെ എപ്പോഴും ഓർക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞില്ലേ, സിനിമകൾ കാണുമ്പോൾ പഴയ സിനിമകൾ അക്കൂട്ടത്തിലുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും സിനിമകൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് റീലായിട്ട് കണ്ടാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അനീഫിക്ക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്, ഭയങ്കര ആർട്ടിസ്റ്റാണ്. കാരണം വില്ലനായിട്ട് സിനിമയിൽ വന്നിട്ട് കൊമേഡിയനായിട്ട് മാറിയ ആളാണ്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിട്ട് എന്തും ചെയ്യാനുള്ളൊരു കഴിവ് വേണമെന്ന് തെളിയിച്ച ആളാണ്. ഏത് ടൈപ്പും തിലാഞ്ചേട്ടനൊക്കെ പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള അഭിനയ പാഠമുള്ള ആൾക്കാരാണ്. നമ്മൾ ചില ക്യാരക്ടർ കിട്ടുമ്പോൾ അവർ സിനിമകളൊക്കെ ഇട്ട് കാണും. അതൊന്ന് കാണാൻ ചിലപ്പോൾ ഡയറക്ടർ പറയുമ്പോൾ അത് അവരിൽ നിന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ പലരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം മമ്മൂക്കയുടെ, ലാലേട്ടൻ്റെ, സുരേഷേട്ടൻ്റെ, അങ്ങനെയുള്ള പലരുടെ ഞാൻ ചില പടങ്ങൾ ഇപ്പോൾ ഇവരൊന്നും അല്ലാത്ത ചില ആർട്ടിസ്റ്റുകൾ ചെയ്തേക്കുന്ന വേഷങ്ങൾ വരെ എടുത്തിട്ട് കാണും. അവരൊക്കെ അമാനുഷികമായിട്ട് ചെയ്തേക്കുന്ന വേഷങ്ങളാണ് പലതും. അവരിനി എന്ത് ചെയ്യണം എന്നാണ് അവരാലോചിക്കണത്. ചെയ്ത് കഴിഞ്ഞു ഒരു പലതും. നമ്മളൊക്കെ ഇനിയും പറഞ്ഞ ഇവരുടെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ അഭിനയത്തിലേക്ക് എന്താക്കണം. പ്രചോദനം അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ വഴി കണ്ട വിഷക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് അനുകരണമാണ് ശരിക്കും. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് ഒബ്സർവ് ചെയ്യുക, അത് നമ്മുടെ ശരീരത്തിലേക്ക് വരിക, എന്നിട്ട് നമ്മുടെ ആഹാര ഭംഗിയിൽ നമ്മളത് പറയുക, നമ്മുടെ സ്ലാങ്ങിൽ നമ്മുടെ ടോണിലൊക്കെ പറയുക. ഇപ്പോൾ പഞ്ചാബി ഹൗസിൽ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം 100 മാർക്ക് കൊടുക്കേണ്ട റാഫി മക്കാട്ടിനാണ്. അവരുടെ ബ്രെയിനിലാണ് ആ ക്യാരക്ടർ വന്നത്. എന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തവർ. അത് എൻ്റെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ശരീരവും എൻ്റെ സ്വരവും എൻ്റെ അഭിനയവും കൂടി വന്നപ്പോഴാണ് അവർക്കത് പൂർണ്ണത കണ്ടത്, അവർ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് അതുണ്ടാക്കിയത്, രമണനെ ഉണ്ടാക്കിയത് അവരാ. അല്ല, പക്ഷേ ശില്പിയാണ് അവരെങ്കിലും ആ ശില്പത്തിന് പറ്റിയ മണ്ണാകണമല്ലോ. അതെ, അത് ശരിയാണ്. ഞാൻ പറയാണ്, പൂർണ്ണമാകണമെങ്കിൽ അവരാദ്യം തുടങ്ങി വെക്കണ്ടേ. അതെ. കൊച്ചിൻ ഹനീഫയും കലാഭവൻ മണി അവരുമൊക്കെ ആയിട്ടുള്ളൊരു ഓർമ്മ, നല്ല എന്തെങ്കിലും? അങ്ങനെ പറയാൻ നിന്നൊക്കെ ഒരു പറയുന്നുണ്ട്. പക്ഷെ അവരെന്നും ഓർക്കാറുണ്ടല്ലേ? എന്നും ഓർക്കാറില്ല, ഒരു തുടരുന്ന ഓർമ്മകളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, ഇങ്ങനെ പ്രചോദനമായിട്ടുണ്ട് പലരെയും നോക്കും. അത് ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും, അങ്ങനെ വ്യത്യാസമില്ലാതെ നോക്കുന്നു. അങ്ങനെ പ്രചോദനമായ ഏതെങ്കിലും ഒരു നടൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പലരുടെയും ഒരു നടനെ മാത്രം പറയാൻ പറ്റില്ല. ഒരുപാട് നടനെ നമ്മൾ ഇത് ചില ക്യാരക്ടർ കിട്ടുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ തന്നെ പറയും, ആ സിനിമ ഒന്ന് കണ്ടോ, അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതെന്ന് പറ്റും, അപ്പോൾ അത് പിടിക്കണ്ട, അതൊന്ന് കണ്ടു നോക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ കാണുമ്പോൾ അതല്ല സാധനം എങ്കിൽ തന്നെയും നമുക്ക് അത് വെച്ചിട്ട് നമ്മളേതായ ശൈലിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരെയും ചിരിപ്പിച്ചിട്ടുണ്ട്, വളരെ അടയാളപ്പെടുത്തുന്ന വിവിധ കഥാപാത്രങ്ങളെ മലയാളിക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ഉള്ളിൽ കരഞ്ഞുപോയ ഏതെങ്കിലും ഒരു മുഹൂർത്തം ഉണ്ടോ? എല്ലാവരെയും ചിരിപ്പിക്കുന്ന അശോകേട്ടൻ ഉള്ളിൽ കരഞ്ഞുപോയ? അല്ല, സിനിമകൾ ഒരുപാടുണ്ട്. സിനിമകളിൽ പലതും മമ്മൂക്കയുടെ പടം, ലാലേട്ടൻ്റെ പടമൊക്കെ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പല സീനുകളും. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ, രാജൻ പി ദേവിൻ്റെ, വേണുവേട്ടൻ്റെ, തിലകൻ ചേട്ടൻ്റെ ഒക്കെ നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ കാണുമ്പോഴും നമുക്ക് കണ്ണു നിറയും. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ, ഒരുപാട് സീൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലൊക്കെ. അപ്പോൾ നമുക്കൊന്നും ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നു, അതൊക്കെ ഒരു അന്ന്
അവർ അത്രയും ഗംഭീരമായിട്ട് ചെയ്ത വേഷങ്ങളാണ്. നമുക്കൊന്നും അങ്ങോട്ട് എത്താനേ പറ്റില്ല, എത്തിപ്പിടിക്കാനേ പറ്റില്ല. അതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു താളവും പെർഫോമൻസിൻ്റെ രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരും. ഒത്തിരി ഞാൻ ഈ മമ്മൂക്കായിട്ട് ലാലേട്ടനായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ അഭിനയിക്കുമ്പോൾ തന്നെ സജഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ നോക്കി മമ്മൂക്കായിട്ട് ലാലേട്ടൻ ഞാൻ ഇങ്ങനെ നോക്കി ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പാക്കിലാണല്ലോ ക്യാമറ, എനിക്ക് റിയാക്ഷനൊന്നുമില്ല. എന്നെ നോക്കി ഇയാൾ വെറുതെ നിൽക്കണം എന്താണെന്ന് ചോദിച്ചു മമ്മൂക്ക ചോദിച്ചത്. ഞാൻ എനിക്ക് എൻ്റെ ബാക്കിലല്ലേ ക്യാമറ, പിന്നെന്താ. നമുക്ക് കൊതി വരും അഭിനയിക്കുമ്പോൾ. ഇപ്പോഴാണ് ഹരിശ്രീ അശോകേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ മുമ്പ് കാലത്ത് എന്നിൽ നിന്ന് എന്ത് മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോഴാണ് ഒരു സാങ്കല്പിക ചോദ്യമാണ്. അല്ല, അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടത്. നമ്മളെപ്പോൾ സിനിമയിൽ വരുന്നു അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആ അപ്പോഴത്തെ സ്റ്റൈലിലായിരിക്കുള്ളൂ. നമുക്കപ്പോൾ അതാകാനേ പറ്റുള്ളൂ. നമ്മൾ ഇനി എന്താഗ്രഹിച്ചാലും ഹരിശ്രീ അശോകനായി തന്നെ തുടരാനും പറ്റുള്ളൂ, ജീവിക്കാനും പറ്റുള്ളൂ. അന്ത്യം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. വേറൊരാളാകാമെന്ന് തന്നെ പരിശ്രമങ്ങളാണ്. അത് പിന്നീട് ഗ്രാജുവലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വന്നാൽ ഇപ്പോഴത്തെ സ്റ്റൈലിൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഈ ലഹരി ഉപയോഗം ഉണ്ടല്ലോ, രാസലഹരി ഉപയോഗം വല്ലാതെ ഈ ഒരു തലമുറയിൽ കൂടുന്നു. നേരത്തെ അത് സിനിമയിൽ മാത്രമാണെന്നൊക്കെ പറഞ്ഞാണ് വാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, വ്യാപകമായുണ്ട്. അതിനെതിരെ വലിയ ലഹരി വേട്ട നടക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കലാകാരന്മാർ ഈ ലഹരിയിലേക്ക് ആശ്രയിക്കുന്നവർ, പ്രത്യേകിച്ച് നിരോധിതമായ രാസലഹരിയിലേക്ക് ആശ്രയിക്കുന്ന ഒരു രീതി, അതിനെക്കുറിച്ച് എന്തെങ്കിലും സിനിമയ്ക്കുള്ളിലോ പുറത്തു നിന്നോ നിരീക്ഷിക്കാറുണ്ടോ? സിനിമയിൽ നിന്നല്ല, പലരും ഉപയോഗിക്കുന്നുണ്ട്. സിനിമയിൽ മാത്രമാണെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ. പലരും ഉപയോഗിക്കുന്നത്. അത് വേണ്ട എന്നേ പറയാൻ പറ്റില്ല. അതിനെതിരെ നമുക്ക് എല്ലാവർക്കും, അതായത് ഇപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, നമുക്ക് വരെയും അതിന് കൈ ഓർക്കാം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് പറയാനും, അത് പിടിക്കപ്പെട്ടാൽ അവൻ്റെ ജീവിതം അവനറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടാകാൻ പോകുന്ന വിഷമങ്ങൾ, ഇതൊക്കെ അവനെ ബോധവൽക്കരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വിൽപ്പന നടത്തുന്നത് തടയാനാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ വരുന്നത് ആദ്യം ഇല്ലാതാക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇല്ലാതാവുള്ളൂ. കാരണം ഇത് പല വഴിയിലൂടെ ഇത് വരുന്നുണ്ട്. അതെല്ലാം ചിലപ്പോൾ ഗവൺമെൻറ് തടയാൻ പറ്റില്ല. കാരണം അതിനുവേണ്ടി സ്ക്വാഡ് വരെ ഉണ്ട്. അവർക്ക് വന്നാലും പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ അത് മാത്രമല്ല, നമ്മൾ മദ്യം തന്നെ ഭയങ്കര പ്രശ്നമല്ലേ. ഒന്ന് മുന്നേ മദ്യം നിർത്താൻ പറ്റും? അത് എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പുകവലി എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ടും വിൽക്കുന്നില്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര കുഴപ്പമാണ് അല്ലാതുള്ള സംഭവങ്ങളെ രാസലഹരി. പക്ഷെ അതൊരു പരിധിവരെ ഗവൺമെൻറ്റും ഒക്കെ പരസ്പരം എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് വേണ്ട എന്നുള്ളത് തന്നെ. അതിന് കുറേ പഴയതിനേക്കാളും നല്ല അറുതി കിട്ടിയിട്ടുണ്ട് അതിന് എന്നാണ് എൻ്റെ അറിവ്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയതിന് ഇറങ്ങാനുള്ളത് ഓട്ടംതുള്ളൽ, അതൊരു ഹ്യൂമർ പടമാണ്. അതുപോലെ തന്നെ ടിക്കി ടാക്ക്, രോഹിതിൻ്റെ ടിക്കി ടാക്ക്, ആസിഫ് അലി ഹീറോ ആയിട്ടുള്ള പടം. അതിലും ഇതുപോലെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഞാൻ ചെയ്തേക്കണം. സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു 4-5 പടങ്ങൾ 5-6 പടം ചെയ്യാനുണ്ട്. അതിൽ 1-2 സെൻട്രൽ ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ക്യാരക്ടറാണ്, അതുകൊണ്ടാണ്. അതൊക്കെ ഇനി വരാൻ പോണ പ്രോജക്റ്റിൽ അത് കുറച്ച് എനിക്കിഷ്ടപ്പെട്ട നല്ല നല്ല വേഷങ്ങളിൽ കുറച്ച് ആഗ്രഹിച്ച പോലെ 1-2 വേഷങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 6 പടം ഇനി അഭിനയിക്കാനുണ്ട്. ഇനി കരാറൊപ്പിട്ടത്? കരാറല്ല, വാക്കുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത് പെട്ടെന്ന് വരാനുള്ളത് ഓട്ടംതുള്ളലാണെന്ന് തോന്നുന്നല്ലേ? റിലീസാണുള്ളത് ഓട്ടംതുള്ളൽ. അത് കഴിഞ്ഞ് ടിക്കി ടാക്ക് വലിയ പടമാണ്. കുറച്ച് കോസ്റ്റ് കൂടുതലും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണ്. ഒരുപാട്. എന്തോ കഥാപാത്രം? ഞാനൊരു ഫിഷർമാനാണ്. കടലിൽ മീൻ പിടിക്കാൻ പോണ ഒരു ഫിഷർമാനാണ്. കുറച്ച് ഭയങ്കര സീരിയസും ഇമോഷനും എല്ലാം കൂടിയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതുവരെ കരിയറിൽ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തോന്നുന്നല്ലേ? അതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. കാരണം നമ്മളത് ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാത്ത വേഷങ്ങൾ വരാൻ നേരത്തെ ഒരു കൊതി ചെയ്ത് നോക്കാമെന്ന്. ചില വേഷങ്ങളൊക്കെ ഞാൻ ചെയ്തപ്പോൾ തന്നെ, ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ കടകൻ തന്നെ പടത്തിലെ ക്യാരക്ടർ വന്ന് എന്നോട് പറഞ്ഞ ഹക്കീം ഷായുടെ വാപ്പയായിട്ടാണ്. ഞാൻ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യുമോ? ഇത് ചേട്ടനെ ചെയ്യുള്ളൂ. ഞാനേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്തിരി സൈസൊക്കെ വേണ്ട. ആ സൈസ് വേണ്ട. കാരണം വെച്ചാൽ പണ്ട് എല്ലാവർക്കും ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത്. ഇത് അങ്ങനെയില്ല. ചേട്ടനെ പോലെ ഇങ്ങനെ ഇത്ര ശരീരമുള്ള ഒരാൾ ആ സീരിയസ് ക്യാരക്ടർ ചേട്ടൻ്റെ ശൈലിയിൽ ചെയ്താൽ ഭയങ്കര രസമായിരിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്തത്. പക്ഷേ ആ പടം ടോട്ടലി ഇത്തിരി കുഴപ്പമുണ്ടായതുകൊണ്ട് അത് ഓടിയില്ല. കാരണം കുറച്ച് വശങ്ങൾ
അത് കഴിഞ്ഞിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടം പ്രതിച്ഛായ എന്ന് തന്നെ പടം വന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് കഥ പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു, ഇതിത്തിരി ഗൗരവമായിട്ടുള്ളൊരു നല്ലൊരു സംഭവമല്ല, അതിനൊരു ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി ഇതൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് സൈസും ഇതൊക്കെ വേണ്ട. അപ്പോഴും പുള്ളി ഒരു അശോകൻ ചെയ്ത രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതിച്ഛായ ഞാൻ ആ വേഷം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വേഷങ്ങൾ അത് ഇതുപോലെ തന്നെ ഞാൻ എന്നോട് തന്നെ ഇത് ഞാൻ ചെയ്താൽ നിൽക്കുമെന്ന് ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അല്ല, അങ്ങനെ ഒരു വേഷത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് പൂർണ്ണമായും, അല്ലെങ്കിൽ ഒരു കലാകാരനാണ് ഞാൻ ഇനി ഒഴുക്കിലങ്ങ് ഒഴുകും എന്നല്ല, ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് അതിൻ്റെ. ചിലതല്ല എനിക്ക് വരുന്ന വേഷങ്ങൾ നല്ല കോമഡി ആണെങ്കിൽ ഇതാണെങ്കിലും എനിക്ക് അത് ഒന്ന് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ചെയ്യണം ഇനി. കാരണം നമ്മൾ ചെയ്ത് വെച്ചേക്കണം അതേ പാറ്റേണിൽ തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്താൽ. ഹരിശ്രീ അശോകൻ അങ്ങനെയൊന്നുമില്ല, അശോകൻ പഴയത് തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്. നടന്നു. മകൻ അർജുൻ അശോകൻ, അപ്പോൾ അദ്ദേഹത്തെ ഈ അഭിനേതാവ് എന്ന നിലയിൽ വിലയിരുത്തി വിമർശിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? വീട്ടിലിങ്ങനെ കുടുംബ സദസ്സൊക്കെ ഉണ്ടാവും? പിന്നെ ഞങ്ങളെല്ലാവരും പറയും, അവൻ നന്നായി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ, എൻ്റെ മോള്, എൻ്റെ വൈഫ്, പിന്നെ അവൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും കൂടി കമ്പനി കൂടും ഇടയ്ക്കൊക്കെ വീടുകളിലും, പല വീടുകളിലായിട്ട് അവൻ്റെ വീട്ടിലും. ഞങ്ങൾ ഓരോ സിനിമകളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. സിനിമകൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിൽ കൂടി വിളിക്കാറുണ്ട്. അവിടെ നന്നായിട്ടുണ്ട്, മറ്റേ നന്നായിട്ടുണ്ട്, അച്ഛടെ മറ്റേ കമ്പം നല്ലോട്ടാ, നല്ല രസമുണ്ട്. കാരണം അവൻ തമാശ പറയാനും സീരിയസ് പറയാനും അവനറിയാം. എത്രത്തോളം എന്ന് ഞാൻ പറയുന്നില്ല, അവനറിയാം. കാരണം ചെറുപ്പത്തിലേ എനിക്ക് ആദ്യം ഉണ്ടായ വണ്ടി മാരുതി 800 ആണ്. അപ്പോൾ എൻ്റെ അമ്മയുള്ളപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കറങ്ങാനിറങ്ങും സിനിമ ഇല്ലാത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ഡ്രൈവർ ഓടിക്കുന്നു, ബാക്കിൽ എൻ്റെ വൈഫും എൻ്റെ അമ്മയും 2 പിള്ളേരും പിന്നെ ഇങ്ങനെ ബാക്കിലിരിക്കും. അപ്പോൾ ഒരു ദിവസം സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നപ്പോൾ, ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴ ചാറുന്നുണ്ട്, വഴി ബ്ലോക്കായി. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ 2 പേര് വെള്ളം അടിച്ചിട്ട് നല്ല അടി കൂടുന്നു. അപ്പോൾ അമ്മ വണ്ടി കിടന്ന് കരഞ്ഞു. അയ്യോ ആരുമില്ലേ, അമ്മക്ക് ഭയങ്കര പേടി ഇതൊക്കെ കാണുമ്പോൾ. അമ്മ വണ്ടി കിടന്ന് കരഞ്ഞു, ആരുമില്ല ഒന്ന് പിടിച്ചു മാറ്റാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇടി വീഴണ കണ്ടില്ലേ എന്നപ്പോൾ എൻ്റെ മോൻ അന്ന് ചെറുപ്പത്തിൽ അവൻ പറഞ്ഞ വാക്കുണ്ട്, അത് പേടിക്കേണ്ട അച്ചാമ്മേ, ഇന്ന് ടി വിയിലുണ്ടായിരുന്നു ഇടിയോടുകൂടി മഴയുണ്ടാവുന്നു, മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവന് കൈ ഓടറ. കാരണം എന്താ വെച്ചാൽ അവൻ ആ ലോജിക്ക് ആ സമയത്ത് അത് കണക്ട് ചെയ്തിട്ട് അവൻ പറഞ്ഞല്ലോ. അത് കോമഡി, പ്രത്യുൽപ്പന്ന മതിത്വം. അതായത് അവൻ എൻ്റെ പാതയിൽ തന്നെ വന്നു. അല്ല, അവൻ നന്നായിട്ട് കോമഡി പറയും, കൗണ്ടർ പറയാൻ എടുക്കാനാണ്. അതിനൊരു പാഠപുസ്തകമായത് അല്ല, സിറ്റുവേഷൻ വളർന്ന് പറ്റും, ബ്ലഡ് ഒക്കെ ഉണ്ട്, രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയാണ്. ഈ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പം ഇടയ്ക്ക് പരാമർശിച്ച അമ്മ ജീവിതത്തിൽ ഭയങ്കര, പിന്നെ ഞങ്ങളുടെ എല്ലാം അമ്മയാണ്. 9 മക്കളായിരുന്നല്ലേ? സന്തുഷ്ട കുടുംബമായിരുന്നു, 9 മക്കൾ. അമ്മയുമായിട്ടുള്ള അമ്മയാണ് എല്ലാം. കാരണം ഞങ്ങളെയൊക്കെ ജന്മം നൽകിയതും അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അമ്മയാണ് കഷ്ടപ്പെട്ട കൂടുതലും. വളർത്താനും ഭക്ഷണം, അത് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അമ്മ അങ്ങനെ കൂലിപ്പണി ചെയ്തും അങ്ങനെയൊക്കെ ആകണം ഞങ്ങളെല്ലാവരും വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിക്കാരാക്കി. ഈ ഇവിടം വരെയും അമ്മ തന്നെ. ശരിക്കും അമ്മ മരിച്ചു പോയെങ്കിൽ ഇപ്പോഴും അമ്മ തന്നെ, സംശയമില്ല. ഈ തുടക്കകാലത്ത് ഈ കല അങ്ങനെ ജീവിതം, ഇപ്പം ടെലികോമിലൊക്കെ ജോലി ഉണ്ടായിരുന്ന സമയത്തും ഈ കല എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പം അതൊരു അനിശ്ചിതമായ മേഖലയാണല്ലോ ആ ഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അമ്മ പറയാറുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു, അതൊന്നും വേണ്ട മോനെ, നമുക്ക് ജീവിതത്തിൽ അതൊന്നും പറ്റില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മ. എന്ത് പറഞ്ഞ അമ്മ? കാരണം അന്ന് മിമിക്രി കളിക്കാൻ പോയാൽ 50 രൂപ കിട്ടും, നാടൻ കളിക്കാൻ പോയാലും 50 രൂപ കിട്ടും. മിമിക്രി കളിച്ചാൽ 50 രൂപ കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ ചിലവ് നടക്കും. അപ്പോൾ പറയുമോ അമ്മ? വേണ്ടാന്ന് പറയുമോ? അത്ര കഷ്ടപ്പാടായിരുന്നു. ആ 50 രൂപ അങ്ങനെ ഉണ്ടെന്ന് അമ്പഴേ കൊടുക്കും. അമ്മയുടെ ചേട്ടന്മാർക്ക് ജോലി ഉണ്ടായിരുന്ന ആ സമയത്ത് ടെലികോമിൽ അവർ കല്യാണം കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 9 മക്കൾ നിരന്ന് കിടക്കുന്ന വീടായിരുന്നു, പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓട് പൊളിച്ച് ഒരു കള്ളൻ കയറൊക്കെ എടുത്ത് തൂങ്ങി കട്ടിത്ത് ഇറങ്ങിയാൽ തന്നെ കാലുകുത്താൻ തല്ലാതെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അന്ന് ഒരുപാട് പട്ടിണി കിടന്നുകൊണ്ട് നമുക്ക് പട്ടിണി എന്താണെന്നും പട്ടിണി കൊണ്ട് ജീവിക്കുന്നവരെ വേദന എന്താണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇന്നും നമ്മളാൽ കഴിയാവുന്ന, ഞാൻ, എൻ്റെ മോള്, എൻ്റെ മോൻ, എൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യും.
വിശന്നിരിക്കുന്നവർ അവിടെ ഈശ്വരനെ മാത്രം വിളിച്ചിട്ട് കാര്യമില്ല. വിശന്ന് വരുന്ന ഈ ഒരുത്തന് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്ന അവിടെയാണ് ഈശ്വരൻ. ആ കൊടുക്കുന്ന സമയത്ത് അതാര് കൊടുക്കുന്നു എന്നുള്ളതല്ല, അത് നമ്മുടെ മനസ്സിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ തന്ന അമ്പലത്തിൽ മാത്രം പോലെ പള്ളിയിൽ മാത്രം പോയതുകൊണ്ട് കിട്ടുന്നതല്ല. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇന്നും ചെയ്യുന്നുണ്ട്. ഈ അമ്മ ഈ സിനിമയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഏത് കഥാപാത്രം കൂടുതൽ? സുന്ദരനാണ്? തമാശയാണ് അമ്മക്ക് ഇഷ്ടം. അന്ന് ആ കാലഘട്ടത്തിലേക്ക് ചെയ്യുന്ന തമാശകൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും ഭയങ്കര അമ്മ ഭയങ്കരമായിട്ട്. ആ. ആരിൽ നിന്നാണ് ഈ ഹ്യൂമർ സെൻസ് കിട്ടിയത് അശോകൻ? അച്ഛനാണോ അമ്മയാണോ? അല്ല, ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ വളർന്ന സ്ഥലത്ത് പിന്നെ സ്കൂള് അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അന്ന് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കൊച്ചിൻ നാടകവേദിയിലായിരുന്നു നാടകങ്ങൾ. വീടിൻ്റെ അടുത്ത് തന്നെ കോവിലൻ്റെ ആ ട്രൂപ്പിൽ നാടകം കളിക്കാൻ ചെറിയൊരു വേഷം, ഒരു ബടൻ്റെ വേഷമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കലാഭവനിൽ ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ മിമിക്രി പറയാൻ വേണ്ടി പോണത്, ഞാനും എൻ്റെ കൂട്ടുകാരനും. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ഹരിശ്രീയിലേക്ക് പോയി. അവരെ പരേഡിൽ കയറി കലാഭവൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഹരിശ്രീയിലേക്ക് പോന്നു. അവിടെ നിന്നാണ് പിന്നെ ഹരിശ്രീ പിടിച്ച സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചെറിയ വേഷം ചെയ്ത് സിനിമയിൽ വന്നു എന്ന് അറിയിച്ചത്. പിന്നെ അവിടെ നിന്നൊന്നും സിനിമയിലേക്ക് വന്നൊന്നുമില്ല. കുറേ കൊല്ലം ഹരിശ്രീ തന്നെയായിരുന്നു. അവിടെ ഹരിശ്രീ തന്നെയായിരുന്നു. ഹരിശ്രീ വിട്ടു പോകാൻ തോന്നിയില്ല. അപ്പോൾ ഗ്രാജുവലായിട്ട് പിന്നെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്താണ്. സിദ്ദിഖ് ലാലിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അവർ സിനിമയിൽ വന്നു. പിന്നെ പലരും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ മാവേലി കുമ്പത്ത് ഇങ്ങനെ ഓണക്കാലത്തൊക്കെ ഒരുപാട് ഈ മിമിക്രി, ഇപ്പോൾ ഇന്നസെൻ്റ് ആയാലും ഹരിശ്രീ അശോകനായാലും എല്ലാം ഇങ്ങനെ. ഇപ്പോൾ അത് സാധാരണ കാണാനല്ല, അതിൻ്റെ ട്രെൻഡ് മാറിയോ? അതൊരു പുതിയ കാലത്തേക്ക് മാറി. അല്ല, ദേമാവേലി കൊമ്പത്തൊക്കെ ശരിക്ക് നാദിർഷയാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ. പാരഡി ഉണ്ടാക്കുന്നതും അതിലൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട് അതിൽ. പക്ഷെ അതൊക്കെ പിന്നെ നാദിർഷ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാദിർഷക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് കാസറ്റ് വിട്ടല്ലോ. ഓഡിയോ കാസറ്റുകൾ ഇല്ലാതായി. പിന്നെ CD ആണെങ്കിലും അതൊക്കെ ഇല്ലാതായി. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. സിനിമയെ ഫോക്കസ് ചെയ്ത് നാദിർഷ അങ്ങനെ സിനിമയിലാണ് ഇപ്പോൾ കൂടുതൽ. പിന്നെ അതിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തോന്നൂല നമുക്ക്. ഈ പുതിയ തലമുറയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പുതിയ തലമുറ എല്ലാവരും, ഞാൻ പറഞ്ഞ ഒന്ന് നമ്മൾ പറഞ്ഞ ലഹരിയുടെ പുറകെ ആരും പോകാതിരിക്കുക. അത് നാശത്തിലാണ്. കാരണം ഞാൻ ഒരു സ്ഥലം പറയുന്നില്ല, സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത് ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? ഒരു പയ്യൻ സുഖമില്ലാഞ്ഞിട്ടാണ്. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ 2 കൈയും 2 കാലും കട്ടിലിൽ കെട്ടിയിട്ടേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ലഹരി കഴിച്ചിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കണം. ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം ആ പയ്യന്. ഒരു 16-17 വയസ്സുള്ളൊരു പയ്യനാണ്, നല്ല ആരോഗ്യമുണ്ട്. ലഹരി എന്ത് ലഹരിയാണെന്നറിയില്ല, ലഹരി കഴിച്ചിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അതിന് കെട്ടിയിട്ടാണ് വീട്ടുകാർ. അപ്പോൾ ആ വീട്ടുകാരുടെയും ഭയങ്കര സങ്കടം നമ്മൾ കണ്ടിരിക്കുക. കണ്ടപ്പോൾ തുടങ്ങി മനസ്സിന് ഭയങ്കര വിഷമമായി. പേടിയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ലഹരി മരുന്ന് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മുടെ ഞരമ്പിനെയൊക്കെ തളർത്തിക്കളയാണ്. നമ്മുടെ ബന്ധങ്ങളും നാടും എല്ലാം മറന്ന് നമ്മൾ വേറെ ലോകത്തേക്ക് പോകും. പക്ഷെ അത് ദ്രോഹമാണ് നമ്മൾ ചെയ്യണത്. സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമുക്ക് ജന്മം നൽകിയ അമ്മയും അച്ഛനോടും ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മുടെ ശരീരത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി ഗവൺമെൻറ് നന്നായി പണിയെടുക്കുന്നുണ്ട്. ശരിക്കും പണിയെടുക്കും. നെഗറ്റീവായൊരു ചോദ്യം വിചാരിക്കുന്നത്, ഈ സിനിമാ സെറ്റുകളിൽ കാരവൺ കേന്ദ്രീകരിച്ചൊക്കെയും ഇങ്ങനെയുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ വരുന്നുണ്ടെന്നൊക്കെ വിമർശിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ഞാനതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് കാരവൻ വന്നതിന് ശേഷം നമുക്ക് ഒരു പ്രൈവസി ഉണ്ട്. നമുക്ക് വസ്ത്രങ്ങൾ മാറാനും സംസാരിച്ചിരിക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മേക്കപ്പ് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം അതിൻ്റെ അകത്തുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ പണ്ട്. പക്ഷേ അതനുസരിച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ഒരു ശൈലിയും ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ തമ്പ് ചെയ്യുക, അവിടെ കൊണ്ട് മേക്കപ്പ് ചെയ്യുക, നമ്മൾ റെസ്റ്റ് ചെയ്യുക, അവിടെ ചെന്ന് ആ വീട്ടുകാരായിട്ട് സ്നേഹം പങ്കിടുക, അവിടെ അവരെന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് കൊണ്ടുവന്ന് തരിക, ഞങ്ങളുടെ സെറ്റിലെ ഫുഡ് അവർക്ക് കൊടുക്കുക. ഇതൊക്കെ ഭയങ്കര രസമാണ്. ആ ഒരു സംഭവം ജോലി മേഖലയെന്ന് തോന്നില്ല, ഒരിക്കലും തോന്നില്ല. പക്ഷെ എന്നിട്ട് അവരിടയ്ക്ക് നമ്മളെ അന്ന് മൊബൈലൊന്നുമില്ല, ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഓർക്കുണ്ടോ എന്നൊക്കെ പറയുക. അതൊക്കെ ഭയങ്കര അനുഭവം വരുന്നത്. അതൊക്കെ അങ്ങനെ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ വീടുകളിലൊന്നും ഇരിക്കേണ്ടി വരുന്നില്ല. പിന്നെ കാരവൻ കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില വീടുകളിലിരിക്കും. എന്നാലും ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ പയ്യന്നൂരൊക്കെ ഞാൻ ഷൂട്ടിന് പോയപ്പോൾ ഒരു വീട്ടിൽ മോഹൻചാൻ്റെ വീട്ടിലായിരുന്നു ഞാൻ മേക്കപ്പിന്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. അവിടുത്തെ ചേച്ചി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ത്രൂതമേ തന്നെ പടത്തിൽ അത് ഉണ്ടായി. അങ്ങനെ സെറ്റിലൊപ്പം
അഭിനയിക്കാനും ഈ സെറ്റിലൊപ്പം ഉണ്ടാവാനും ഒക്കെയുള്ള ഒരു ടീമുണ്ടല്ലോ, അതിൽ ഏറ്റവും അശോകേട്ടൻ ഏറ്റവും എന്താണ് യോജിച്ച ഒരു ടീം ഏതാണ്, ഇഷ്ടമുള്ള ഒരു ടീം ഏതാണ്? അല്ല അങ്ങനെ എല്ലാവരും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നമുക്ക് ഭയങ്കര ഇച്ചിരി തന്ത്രപരമായി പറഞ്ഞില്ല. അല്ലല്ല എല്ലാവരും ഇപ്പം മണിയുടെ സെറ്റിൽ തന്നെ മണി പാട്ടും ബഹളവും, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് ഞങ്ങളും കൂടാറുണ്ട്. അല്ലാതെ ഇപ്പോൾ മമ്മൂക്ക ഒന്നും അങ്ങനെ പാട്ട് പാടും ഇല്ലല്ലോ. മമ്മൂക്കയുടേതായ കുറേ അനുഭവങ്ങൾ പറയും, അത് ഭയങ്കര രസമാണ്. അത് ലാലേട്ടനും പറയും, പൃഥ്വിരാജ്, അങ്ങനെ പലരും പറയും. ഒരുപാട് ആസിഫ് അലി, മറ്റേ നമ്മുടെ പലരും പല ആർട്ടിസ്റ്റ്, നമ്മുടെ റഹ്മാനൊക്കെ ആയിട്ടൊരു പടം ചെയ്തു ഞാൻ, ചാക്കോച്ചൻ, ദിലീപ് ഞാനും കൂടിയാൽ പിന്നെ തമാശയാണ്. മണി ദിലീപ് ഞാനൊക്കെ വേണം. തമാശ പാട്ടും പാരടിപ്പാട്ടും നാടൻ പാട്ടും ഒക്കെ പാടി അങ്ങനെ ഇരിക്കും. ഒരു കാര്യം കൂടി ചോദിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഈ അർജുൻ അശോകനെ വിമർശിക്കും, അല്ലെങ്കിൽ വിലയിരുത്തും, പ്രോത്സാഹിപ്പിക്കും, കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറയും എന്നൊക്കെ പറഞ്ഞു. തിരിച്ചുണ്ടായിട്ടുണ്ടോ അർജുൻ അശോകന്റെ ഭാഗത്ത് നിന്ന്? അല്ല അങ്ങനെയല്ല, അച്ഛൻ ചെയ്ത് ശരിയായില്ലെന്ന്. അല്ല ചില സിനിമകൾ നമ്മൾ ഇങ്ങനെ കണ്ടു ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് അങ്ങനെ പറ്റിയെന്ന് ചോദിക്കും. അതൊരു വിമർശനമായിട്ട് പറയില്ല, കാരണം എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില പടങ്ങളെല്ലാം നമുക്കിപ്പം നമ്മൾ എന്താ പറയണത്, സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടി ഒരു വീട് കാണാതിരുന്ന സമയമുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് അങ്ങനെ ചെയ്യുള്ളൂ. എല്ലാം നമ്മൾ ഒരുപോലെ അത് താടിയും മീശയും വെച്ചിട്ടെല്ലാം എല്ലാ ക്യാരക്ടറും ചെയ്യണം. വിഷക്കാരൻ തുടങ്ങിയിട്ട് കോളേജ് കുമാരൻ വരെ ഈ താടിയാണ്. അവർ ചേഞ്ച് ചെയ്യാൻ പിടിച്ചില്ല. ഇപ്പോഴാണ് നമ്മൾ ഡിഫറെൻ്റായിട്ട് ഇപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അപ്പോൾ അന്നും അവൻ തിരക്കുണ്ടായ സമയത്ത് അവനും കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് അവൻ സ്റ്റഡിയായി തുടങ്ങി പതുക്കെ ഇങ്ങനെ മാറി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വിമർശനമല്ല, ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട്. ഇനി ചെയ്യുമ്പോൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴും അവൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഞാൻ വരെയും ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള മതി. അതുകൊണ്ട് ചിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അത് മമ്മൂക്ക പറഞ്ഞ പോലെ താനൊന്നും ഔട്ടാവൂലടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമുക്ക് നിങ്ങളൊക്കെ ചെയ്തു വെച്ച കുറേ വേഷങ്ങളുണ്ട്, പഞ്ചാബി ഹൗസ്, പറക്കും തളിയ, ഇതങ്ങനെ കുറേ വേഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും മറക്കൂല, നിങ്ങൾ ഔട്ടല്ല അവരുടെ മനസ്സിൽ. അതൊരു ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, തുടരട്ടെ. ഓക്കെ, എല്ലാവിധ ആശംസകളും, ഓണാശംസകൾ. അപ്പോൾ എല്ലാ കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും, എൻ്റെയും എൻ്റെ കുടുംബത്തിനും എൻ്റെ മോൻ്റെയും മോളുടെയും എല്ലാവരുടെയും എൻ്റെ വൈഫിൻ്റെ എല്ലാവരുടെയും ഓണാശംസകൾ.